തമ്പനിയിൽ കണ്ട് എൻ്റെ കിളി പോയോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. എൻ്റെ കിളി പോയിട്ടില്ല. ഞാനൊരു വേറെ പെർസ്പെക്റ്റിലൂടെ നമുക്ക് ട്രേഡിങ്ങിനെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഞാനത് പറയാനായിട്ട് എൻ്റെ ഓഫീസ് റൂമിൽ ഇരുന്ന് ഇപ്പം ഞാൻ എൻ്റെ ഡൈനിങ് റൂമിൽ ഇരുന്നാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട്. ഈ ഒരു വീഡിയോ തുടങ്ങും മുമ്പ് ഒരു കഥ നമുക്ക് പറയാം. ഒരു സെൻ ബുദ്ധിസ്റ്റായിട്ടുള്ള ഒരു മോങ്കിൻ്റെ അടുത്ത് ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാനായിട്ട് വരികയാണ്. ഈ ബുദ്ധിസ്റ്റ് ഈ ഒരു സ്റ്റുഡൻറ്റിനെ ഒരു റൂമിൽ കുറേ നേരം ഒറ്റക്കൊന്നിരുത്തി. സ്റ്റുഡൻറ്റ് അക്ഷമനായി, കാരണം കുറേ നേരമായിട്ടും എന്നെ ഒന്നും പഠിപ്പിക്കുന്നില്ല. അവസാനം സ്റ്റുഡൻറ്റ് അക്ഷമനായിട്ട് ഈ മോങ്ങിനോട് ചോദിച്ചു, എന്തുകൊണ്ട് എന്നെ പഠിപ്പിക്കുന്നില്ല? ഞാൻ കുറേ നേരമായി ആ റൂമിൽ ഇരിക്കുന്നു. അപ്പോൾ ബുദ്ധിസ്റ്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ മനസ്സിൽ ഫുൾ ഓഫ് തോട്ട്, ഫുൾ ഓഫ് ക്വസ്റ്റ്യൻ, ആങ്സൈറ്റി അങ്ങനെ നിറഞ്ഞിരിക്കുന്നൊരു മനസ്സിലേക്ക് എനിക്കൊന്നും പഠിപ്പിക്കാനായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ റൂമിൽ കുറേ നേരം ഇരുത്തിയത്. അപ്പോൾ കുറച്ച് പീസ്ഫുള്ളായിട്ട് നീ അന്തരീക്ഷം നോക്കും, റൂം നോക്കും, അപ്പോൾ ഒന്ന് കാം ഡൗൺ ആവും. ട്രേഡിങ്ങിൽ ഇതിന് വളരെയധികം പ്രസക്തിയുണ്ട്. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പലതരം വീഡിയോസ് കാണും, പലതരത്തിലുള്ള ന്യൂസുകൾ കാണും, മാർക്കറ്റിലേക്ക് വരും. നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് തിരമാലകളുള്ള ഒരു കടൽ പോലെ പ്രക്ഷുബ്ധമാണ്. നേരെ മറിച്ച് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സ് ചലിക്കാത്ത ഒരു തടാകം പോലെ നമ്മുടെ മനസ്സ് ആകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. കാരണം എത്ര നാളായി ഈ ഒരു വീഡിയോസ്, മോട്ടിവേഷണൽ വീഡിയോസ്, വില കൂടിയ കോഴ്സുകൾ, ഇന്ത്യയിൽ ട്രേഡിംഗ് കോഴ്സ് 10 ലക്ഷം രൂപ വരെ വർത്ത് വരുന്ന ട്രേഡിംഗ് കോഴ്സുകളുണ്ട്. എന്നാൽ ഈ മോട്ടിവേഷണൽ വീഡിയോസ്, ഈ ട്രേഡിംഗ് ഗുരൂസ്, അല്ലെങ്കിൽ ഒരുപാട് ബുക്സ് സെല്ല് ചെയ്യുന്നുണ്ട്, ഈ 10 ലക്ഷം രൂപ പുറത്ത് വരുന്ന കോഴ്സുകൾ ആളുകൾ എടുക്കുന്നുണ്ട്. ഇവരെല്ലാം തന്നെ എന്നാൽ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആകുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് ഒന്ന് വിഭിന്നമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ പൊതുവേ ട്രേഡേഴ്സ് എല്ലാ ആളുകളും ഒരു മിഷൻ ഗൺ കൈ പിടിച്ച് ഫയർ ചെയ്യും പോലെയാണ്. കുറേ ഫയർ ചെയ്യും, കുറേയൊക്കെ നമുക്ക് കിട്ടും, എന്നാൽ ഏറെക്കുറെ ബുള്ളറ്റ് മിസ്സായി പോകും. പക്ഷേ ട്രേഡിങ്ങിൽ നമ്മൾ ഒരു സ്നൈപ്പറെ പോലെ ആകണം. വളരെ കാമായി, വളരെ പീസ്ഫുള്ളായിട്ട് ഇരുന്ന് ഒരു ഷോട്ടിന് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു, ഒരു ഷോട്ട് എടുക്കുന്നു, വീണ്ടും കുറേ വെയിറ്റ് ചെയ്യുന്നു, അടുത്ത ഒരു ഷോട്ടിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു സ്നൈപ്പറിനെ പോലെ ആകണം നമ്മൾ ട്രേഡിങ്ങിൽ. അന്ന് മാത്രമാണ് ഇത് നമുക്കൊരു ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇതിനൊരു പ്രധാന കാരണം, നമ്മളെ ഒരു ട്രേഡിങ്ങിൽ വിജയിക്കാത്തതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു സിസ്റ്റം. കാരണം കൂടുതൽ പഠിക്കൂ, കൂടുതൽ മാർക്ക് നേടൂ, കൂടുതൽ റൺ ചെയ്യൂ, കൂടുതൽ മസിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യൂ. അതുപോലെ എന്തും കൂടുതൽ ചെയ്യൂ, കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിൽ കൂടുതൽ ട്രേഡ് ചെയ്യൂ, അല്ലെങ്കിൽ കൂടുതൽ മാർക്കറ്റ് വാച്ച് ചെയ്യൂ, കൂടുതൽ അനാലിസിസ് ചെയ്യൂ, കൂടുതൽ റിസൾട്ട് ഉണ്ടാകും എന്നുള്ള പെർസ്പെക്റ്റീവ് തെറ്റാണ്. കാരണം ഇവിടെ മാത്രം അതൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. കൂടുതൽ നമ്മളിതിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ കുറഞ്ഞ റിസൾട്ടാണ് വരികയുള്ളൂ എന്നുള്ളതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അലസമായി, അതായത് ഒരു അലസത എന്ന് പറയുന്നത് നെഗറ്റീവ് ആസ്പെക്റ്റിലൂടെ അല്ല, കുറഞ്ഞ സമയം മാത്രം മാർക്കറ്റിന് ഫോക്കസ് ചെയ്യുന്ന സമയം ഡീപ്പ് വർക്ക് ചെയ്യണം. അത് നിർബന്ധമുണ്ടോ? ഡീപ്പ് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്, നമ്മളൊരു ഇൻസ്റ്റ അതുപോലെയുള്ള ആപ്ലിക്കേഷനിലെല്ലാം തന്നെ ഒരു റീലിൽ നിന്ന് മറ്റു റീലിലേക്ക് മാറി മറിയുന്നു. ആദ്യത്തെ റീല് ഫുഡാണ്, രണ്ടാമത്തെ റീല് എന്തെങ്കിലും സ്പോർട്സ് ആയിരിക്കും, മൂന്നാമത്തെ റീല് ഏതൊരു ആക്സിഡൻറ്റ്, നാലാമത്തെ റീല് കോമഡി, അഞ്ചാമത്തെ റീല് ഒരു സെൻറ്റിമെൻ്റൽ. നമ്മുടെ തലച്ചോറ് ഇങ്ങനെ മിന്നി മറിയാണ് പല പല ചിന്തകൾ കൊണ്ട്. യൂട്യൂബ് പോലും ലോങ് വീഡിയോസ് ഇപ്പോൾ കുറഞ്ഞ പേയ്മെൻറ്റാണ് കൊടുക്കുന്നുള്ളൂ. പല യൂട്യൂബേഴ്സ് വരെ ഇപ്പോൾ യൂട്യൂബ് നിർത്തി മറ്റ് ബിസിനസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആളുകൾക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. ഒരു കാര്യം തുടർച്ചയായ ഒരു നിശ്ചിത ടൈം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിനുള്ള കഴിവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് റീലിൻ്റെ കാലം ഉള്ളത്. അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിൽ നമ്മൾ പാസീവായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡീപ്പ് വർക്ക് ചെയ്യണം. ഡീപ്പ് വർക്ക് ചെയ്യാതെ നമ്മൾ കുറേ നേരം ഇതിൽ ഇരുന്നു
നമ്മൾ വിചാരിക്കും കൂടുതൽ നേരം ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന്, പക്ഷെ ആക്ച്വലി ഒന്നും തന്നെ നടക്കുന്നില്ല. അപ്പോൾ ഉള്ള ടൈം ഡീപ്പ് വർക്ക് ചെയ്ത് ബാക്കിയുള്ള സമയം ട്രേഡിങ്ങിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഉള്ള സമയത്ത് നല്ല നല്ല രീതിയിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ കടൽ പോലെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു മനസ്സ് വെച്ച് നമ്മൾ ട്രേഡിങ്ങിലേക്ക് അപ്രോച്ച് ചെയ്ത കാര്യമില്ല. ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു നദി പോലെയാണ് നമ്മുടെ മനസ്സെങ്കിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. മോങ്ക് പറഞ്ഞത് ഓർക്കണം, ശാന്തമായ മനസ്സിലേക്കാണ് പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ ചെയ്യുക, കൂടുതൽ റിസൾട്ട് എന്നത് ട്രേഡിങ്ങിൽ അത് പ്രാവർത്തികമല്ല. ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ കണ്ടു കാണും, ദുൽഖർ സൽമാൻ വീട്ടിൽ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞ് മറ്റേ പ്രൊജക്റ്റിലേക്ക് കയറുന്ന സമയത്ത് ഒരു ഇൻ്റർവെല്ലിൽ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത പ്രൊജക്റ്റ് ആയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത്ര ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് അത് പ്രൊഡക്റ്റീവ് അല്ല എന്നുള്ള ചിന്താഗതി ഉണ്ടാകുമ്പോൾ സാധാരണക്കാരായ ആളുകളുടെ വീട്ടിൽ ഇതിൽ കൂടുതലായിരിക്കും അവസ്ഥ. കാരണം വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അതൊരു കുറച്ചില്ല, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചിന്തയാണുള്ളത്. പക്ഷെ ദ ആർട്ട് ഓഫ് ഡൂയിങ് നത്തിങ് എന്ന് പറയുന്ന ഒരു ടൈമിൽ പറയുന്നത്, വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ അടുത്ത ട്രേഡിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്യാണ്. നമ്മൾ ഒരു ഇന്ത്യയിൽ ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ചാർജസ് ഇല്ലാത്ത സീറോ ബ്രോക്കേഴ്സ് എല്ലാം തന്നെ എത്ര അഗ്രസീവായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഓവർ ട്രേഡ് ചെയ്യുന്നു. എൻ്റെ ട്രേഡ് എനിക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ട്രേഡിൻ്റെ നമ്പർ കൂടുതലാണ്, എനിക്ക് ഒരു സീറോ ബ്രോക്കറാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണ്. നേരെ മറിച്ച് നമ്മളൊരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 3 ട്രേഡ് എടുക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ബ്രോക്കറുടെ ആവശ്യകത തന്നെ ഇല്ല. കാരണം ബ്രോക്കറേജ് അല്ല നമുക്ക് ഉണ്ടാക്കുന്ന നഷ്ടം, മറിച്ച് ലോസാണ് നമുക്ക് ഉണ്ടാക്കുന്ന നഷ്ടം. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ഇയർലി P&L എടുക്കുമ്പോൾ ബ്രോക്കറേജ് ആണ് കൂടുതൽ, നമുക്ക് പ്രോഫിറ്റും ഇല്ല, ലോസാണ്. ലോസിൽ ഏറ്റവും കൂടുതൽ ഉള്ള ചിലവ് ബ്രോക്കറേജ് ആണ്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഓവർ ട്രേഡ് ചെയ്യുന്ന ആളാണെന്ന് നമ്മൾ തന്നെ അഡ്മിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് ബ്രോക്കറിലേക്ക് പോകുന്നത്. അത് വേണ്ട. ലോകത്തിൽ തന്നെ ഏറ്റവും വളരെ പ്രശസ്തരായ അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സ് എല്ലാം തന്നെ അവർക്ക് മാസത്തിൽ അവർ തന്നെ പറയാറുണ്ട്, നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട് പല ഇൻ്റർവ്യൂസിലും, എനിക്ക് കുറച്ച് ട്രേഡാണ് ഒരു ആഴ്ചയിലേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മാസത്തിലേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാ ആളുകളും പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആകാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് ട്രേഡിൻ്റെ എണ്ണം കുറയ്ക്കുന്നില്ല? ഡീപ്പ് വർക്ക് ചെയ്ത് കുറച്ച് ട്രേഡുകൾ മാത്രം എടുക്കാം, ബാക്കിയുള്ള സമയം മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ വാച്ച് ചെയ്യാതിരിക്കുക. മാർക്കറ്റിന് ഒരു പാസീവ് ഇൻകമായി പരിഗണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു റിലീഫ് ഉണ്ടാവും, കുറച്ചും കൂടി ഒരു കൺട്രോൾ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതല്ല, ഇപ്പം നമ്മളൊരു മാർക്കറ്റ് ന്യൂസ് ചെയ്യുന്നത് എത്രയോ ഡേറ്റ അനലൈസ് ചെയ്താണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ബുക്സ് റെഫർ ചെയ്ത്, അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിക്കിൾ റെഫർ ചെയ്ത്, ഒരുപാട് വീഡിയോസിൽ കണ്ട് മറ്റുള്ള ആളുകൾക്ക് തോന്നിയ കാര്യം എനിക്ക് കൂടി ശരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഓക്കെ ഇത് ശരിയാണ്, ഇവർ പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നിയ കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് പകർത്താൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ട്രേഡിങ്ങിൽ നമുക്ക് മോശം റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യതകളില്ല. അഗ്രസീവായിട്ട് എല്ലാ ദിവസവും 9:15 മുതൽ വൈകിട്ട് 3:30 വരെ കണ്ണ് ചിമ്മാതെ ഒരു സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്ന് ചെയ്യുന്നതല്ല ട്രേഡിങ്. കുറച്ച് അലസത ആയി ഞാൻ കുറച്ച് സമയമാണ് വർക്ക് ചെയ്യുള്ളൂ, കുറച്ച് സമയമാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള സമയം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ എന്താ? ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് അടുത്ത് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് മാർക്കറ്റ് ഇങ്ങനെ റിയാക്ട് ചെയ്തു, എന്താണ് ഞാൻ അടുത്ത ട്രേഡ് എടുക്കേണ്ടത്, അങ്ങനെ ഒരു ഡീപ്പ് തിങ്കിങ്ങിൽ വേണം നമ്മുടെ ഭൂരിഭാഗം സമയവും. ബാക്കിയുള്ള സമയം എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയം, ഈ മാർക്കറ്റിൽ ഇരിക്കേണ്ട സമയം വളരെ കുറച്ച് മതി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു മെത്തേഡിൽ. See you in another video. Thank you. Bye-bye.